ഹായ് ഓൾ, ഞാൻ ദിവ്യ. മെഡിഹബ് ഗ്ലോബലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശത്തൊരു നഴ്സിംഗ് ജോലി സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? UK, കാനഡ, അയർലൻഡ്, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ മികച്ച അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഇതിലേക്ക് അനേകായിരം കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ലൈസൻസിങ് എക്സാം നേടുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ആ രാജ്യങ്ങളിലേക്ക് വേണ്ട ലൈസൻസിങ് എക്സാംസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 8/8/2024 അതുകൊണ്ട് തന്നെ പ്രസൻറ്റിലുള്ള സ്കോറും എക്സാം പാറ്റേൺസുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് മാറ്റങ്ങൾ വന്നേക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് UK നോക്കാം. സോ അനേകായിരം നഴ്സുമാരുടെ ഒരു ഡ്രീം ലൊക്കേഷൻ തന്നെയാണ്, ഡ്രീം രാജ്യം തന്നെയാണ് UK എന്ന് പറയുന്നത്. സോ UKയിൽ നമ്മുടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ക്ലിയർ ചെയ്യേണ്ട എക്സാംസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. സോ ഫസ്റ്റ്, ലാംഗ്വേജ് പ്രൊഫഷൻസി എക്സാംസിൽ OET ആൻഡ് IELTS രണ്ടും അക്സെപ്റ്റഡ് ആണ്. സോ OETക്ക് വേണ്ട സ്കോർ എന്ന് പറയുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് എന്നീ 3 മൊഡ്യൂൾസിൽ B എന്ന് പറയുന്ന ഗ്രേഡും റൈറ്റിങ്ങിൽ C+ എന്ന ഗ്രേഡുമാണ് വേണ്ടത്. IELTSന് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് എന്നീ മൊഡ്യൂൾസിൽ 7 എന്ന് പറയുന്ന ഒരു സ്കോറും റൈറ്റിങ്ങിന് 6.5 എന്ന് പറയുന്ന ഒരു സ്കോറുമാണ് വേണ്ടത്. പിന്നെ ക്ലിയർ ചെയ്യേണ്ടി വരുന്ന 2 എക്സാമാണ് CBT എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും അതുപോലെ തന്നെ OSCE എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാമും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും എക്സാംസ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു UKയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ദെൻ നെക്സ്റ്റ് കൺട്രി എന്ന് പറയുന്നത് കാനഡയാണ്. കാനഡയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ക്ലിയർ ചെയ്യേണ്ട എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ കാനഡയിൽ ഇപ്പോൾ OET അക്സെപ്റ്റഡ് ആണ്. OETക്ക് വേണ്ട സ്കോർ എന്ന് പറയുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങിന് C+ഉം സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിന് B എന്ന് പറയുന്ന ഗ്രേഡുമാണ് വേണ്ടത്. IELTSൽ എല്ലാ മൊഡ്യൂൾസിലും 7 എന്ന് പറയുന്ന സ്കോറാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരുന്ന മറ്റൊരു എക്സാമാണ് ENGLISAREN എന്ന് പറയുന്ന എക്സാം. സോ മെയിനായിട്ടും കാനഡയിലെ രജിസ്ട്രേഷൻ 10 സ്റ്റെപ്പാണ് മെയിനായിട്ടും ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് കൺട്രിയാണ് അയർലൻഡ്. അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട എക്സാംസ് ആണ്. ഒന്ന് IELTS ഓർ OET, രണ്ടും അവിടെ അക്സെപ്റ്റഡ് ആണ്. സോ OET പറയുവാണെങ്കിൽ OETക്ക് വേണ്ട സ്കോർ എന്ന് പറയുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് എന്നീ 3 മൊഡ്യൂൾസിന് B എന്ന് പറയുന്ന ഗ്രേഡും അതുപോലെ റൈറ്റിങ്ങിന് C+ എന്ന് പറയുന്ന ഗ്രേഡുമാണ് വേണ്ടത്. അതുപോലെ തന്നെ IELTSന് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് എന്നീ 3 മൊഡ്യൂൾസിന് 7ഉം റൈറ്റിങ്ങിന് 6.5ഉം ആണ് വേണ്ടത്. പിന്നെ ക്ലിയർ ചെയ്യേണ്ടി വരുന്ന 2 എക്സാംസ് ആണ് മെയിനായിട്ടും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അഡാപ്റ്റേഷൻ ടെസ്റ്റ് ആണ്. ഈ 2 എക്സാംസും നമ്മൾ അയർലൻഡിൽ ചെന്നതിന് ശേഷമാണ് ക്ലിയർ ചെയ്യേണ്ടി വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു കൺട്രിയാണ് നമുക്ക് നോക്കാൻ പോകുന്നതാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ മെയിനായിട്ടും OET, IELTS അതുപോലെ തന്നെ PTE എല്ലാം ഓസ്ട്രേലിയയിൽ അക്സെപ്റ്റഡ് ആണ്. സോ IELTSന് വേണ്ട സ്കോർ എന്ന് പറയുന്നത് 4 മൊഡ്യൂൾസിനും 7 എന്ന് പറയുന്ന സ്കോറാണ് വേണ്ടത്. OETക്ക് 4 മൊഡ്യൂൾസിനും B എന്ന് പറയുന്ന സ്കോറാണ് വേണ്ടത്. അതുപോലെ തന്നെ PTEക്ക് 65 എന്ന് പറയുന്ന സ്കോറാണ് എല്ലാ മൊഡ്യൂൾസിനും വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആകാം എന്ന് നോക്കാം. സോ ഓസ്ട്രേലിയയിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റുകളിൽ IELTS അതുപോലെ തന്നെ OET, PTE ഇവയെല്ലാം അക്സെപ്റ്റഡ് ആണ്. സോ IELTSന് വേണ്ട സ്കോർ എന്ന് പറയുന്നത് 4 മൊഡ്യൂൾസിനും 7 എന്ന് പറയുന്ന സ്കോറാണ് വേണ്ടത്. OETക്ക് 4 മൊഡ്യൂൾസിനും B എന്ന് പറയുന്ന സ്കോറാണ് വേണ്ടത്. PTEക്ക് 65 എന്ന സ്കോറാണ് നിങ്ങൾ നേടേണ്ടത്. സോ പോസ്റ്റ് BSc അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ ആർക്കും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. GNM കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പോസ്റ്റ് BScയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള കോഴ്സസ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. ദെൻ ക്ലിയർ ചെയ്യേണ്ടി വരുന്ന ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ക്ലിയർ ചെയ്യേണ്ടി വരുന്ന 2 എക്സാംസ് ആണ് ENGLISAREN എന്ന് പറയുന്ന ഒരു തിയറി എക്സാമും അതുപോലെ
ഓസ്കി എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാമും ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കൺട്രി എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡിൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റുകളായിട്ടുള്ള OET ആൻഡ് IELTS രണ്ടും അക്സെപ്റ്റഡ് ആണ്. OETക്ക് വേണ്ട സ്കോർ എന്ന് പറയുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് എന്നീ മൊഡ്യൂൾസിന് Bയും റൈറ്റിങ്ങിന് C+ എന്ന് പറയുന്ന ഗ്രേഡുമാണ് വേണ്ടത്. IELTSന് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് എന്നീ 3 മൊഡ്യൂൾസിന് 7ഉം റൈറ്റിങ്ങിന് 6.5 എന്ന ഗ്രേഡുമാണ് വേണ്ടത്. പിന്നെ അവിടെ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട മെയിനായിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് IQN എന്ന് പറയുന്ന ഒരു തിയറി എക്സാം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പിയേഴ്സൺ വ്യൂ ആണ് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഓസ്കി എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാമും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ന്യൂസിലാൻഡിലെ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട്. അതിന് ഏതൊക്കെ എക്സാംസാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ USA ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ക്ലിയർ ചെയ്യേണ്ട ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റിൽ പ്രധാനമായിട്ടും OET, IELTS അതുപോലെ TOEFL ഒക്കെ അക്സെപ്റ്റഡ് ആണ്. ഇതിൽ OETക്ക് വേണ്ട സ്കോർ എന്ന് പറയുന്നത് ലിസണിങ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നീ മൊഡ്യൂൾസിന് C+ഉം സ്പീക്കിങ്ങിന് B എന്ന് പറയുന്ന ഗ്രേഡുമാണ് വേണ്ടത്. IELTSന് ലിസണിങ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നീ മൊഡ്യൂൾസിന് 6.5ഉം സ്പീക്കിങ്ങിന് 7 ആണ് വേണ്ടത്. പിന്നെ ക്ലിയർ ചെയ്യേണ്ട എക്സാമാണ് NCLEX RN എന്ന് പറയുന്ന എക്സാമാണ്. ഇത് ലൈഫ് ലോങ് വാലിഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. USA ഓരോ സ്റ്റേറ്റിലേക്കും സെപ്പറേറ്റ് രജിസ്ട്രേഷൻസ് ആവശ്യമാണ്. സോ ഇത്രയുമാണ് മെയിനായിട്ടുമുള്ള ഈ രാജ്യങ്ങളിലേക്കുള്ള ലൈസൻസിങ് എക്സാംസ്. സോ കീപ് ഫ്ലൈയിങ് ടു യുവർ ഡ്രീംസ്. താങ്ക് യു.